ചെറുകോൽപ്പുഴയിലേക്കുള്ള യാത്രയിൽ RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് വിശ്രമിക്കാനായി എത്തിയത് പന്തളത്തെ ഒരു സംഘ കുടുംബത്തിലേക്കാണ്. അമ്മമാരും മുതിർന്ന കാര്യകർത്താക്കളും ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. 3 മണിക്കൂറിലധികം സർസംഘചാലകന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നവർക്ക് മറക്കാനാകാത്ത ഒരു അനുഭവം കൂടിയായി മാറി. ഉച്ചയോടെ കനത്ത സുരക്ഷയിൽ വാഹനവ്യൂഹം പന്തളത്തെ സ്വയംസേവകനായ ജെ കൃഷ്ണകുമാറിന്റെയും സഹോദരൻ പ്രജ്ഞാപ്രവാഹ് ദേശീയ സംയോജക് ജെ നന്ദകുമാറിന്റെയും വസതിക്ക് മുന്നിലേക്കെത്തി. നിറപുഞ്ചിരിയോടെ വാഹനത്തിൽ നിന്നും ഇറങ്ങിയ സർസംഘചാലകനെ കുടുംബാംഗങ്ങൾ ആരതി ഒഴിഞ്ഞ് സ്വീകരിച്ചു. മള്ളിയൂർ ക്ഷേത്രം മേൽശാന്തി, പന്തളം മഹാദേവ ക്ഷേത്രം, ഒളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്നിവിടങ്ങളിലെ ഭാരവാഹികൾ, പന്തളം നഗരസഭാ കൗൺസിലർമാർ, രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ മുതിർന്ന കാര്യകർത്താക്കൾ, സ്വയംസേവകർ അങ്ങനെ എല്ലാവരും ആ വീട്ടിലേക്ക് എത്തിയിരുന്നു. സർസംഘചാലകനെ നേരിട്ട് കാണാൻ സാധിച്ചതിലെ സന്തോഷം ജനപ്രതിനിധികളും ക്ഷേത്ര ഭാരവാഹികളും പങ്കുവച്ചു. ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഞങ്ങൾക്ക് അദ്ദേഹത്തെ കാണാൻ സാധിച്ചത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് ഞങ്ങൾ കരുതുന്നു. ഹിന്ദു ഏകതാ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് വന്നതാണെങ്കിൽ പോലും ഞങ്ങൾക്ക് പ്രത്യേകം അടുത്ത് നിന്ന് സംസാരിക്കാനും ഞങ്ങൾക്കെല്ലാം അനുഗ്രഹം വാങ്ങിക്കാനും ഒക്കെ സാധിച്ചു. ഭയങ്കര സന്തോഷം തോന്നുകയാണ്. ഞങ്ങളുടെ ഒരു പുണ്യമായിട്ട് തന്നെയാണ് ഞങ്ങളിത് കാണുന്നത്. ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. എല്ലാവരെയും നേരിൽ കണ്ട് വിശ്രമിച്ച ശേഷം അദ്ദേഹം ചെറുകോൽപ്പുഴയിലേക്ക് തിരിച്ചു. അദ്ദേഹം ഇപ്പോൾ യാത്ര തിരിച്ചിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്നും തിരികെ പോകുമ്പോഴും അദ്ദേഹം പകർന്നു നൽകിയ ഊർജം അവിടെയുള്ള ഓരോരുത്തരുടെയും മുഖത്ത് തെളിഞ്ഞു കാണാമായിരുന്നു. ടീം ജനം, പത്തനംതിട്ട.